So starting with the steam engineering. The first thing is the TS diagram. T means temperature, S means entropy. കൂടുതലൊന്നും അറിയണ്ട. Temperature is taking along the y-axis, entropy along x-axis. Then steam എന്ന് പറയുമ്പോൾ തന്നെ TS diagram ആണോ അപ്പോൾ തന്നെ ഒരു ഡോം അങ്ങ് വരച്ചോണം. That's all. ഇതെങ്ങനെ ഇരിക്കുന്നതാണ് ഡോം എന്ന് പറയും. ഇതിൽ ഡോമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇറ്റ് വിൽ ബി വാട്ടർ, that is liquid. Right side il pakka steam, that is superheated steam. Appam dome agathu endana, inside the dome it will be liquid and steam mixture. So അപ്പോൾ ഒരു TS ഡയഗ്രത്തിൽ നമ്മൾ ഡോം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡോമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പക്ക ലിക്വിഡാണ്, റൈറ്റ് സൈഡിൽ പക്ക സ്റ്റീമാണ്, ഡോമിനകത്ത് ദാറ്റ് ഈസ് ലിക്വിഡ് വേപ്പർ മിക്സർ, ദാറ്റ് മീൻസ് സ്റ്റീം പ്ലസ് ലിക്വിഡ് മിക്സർ. അപ്പോൾ ഈ ഡോം ഒരിക്കലും ധരിക്കരുത് ഡോമിനകത്ത് ഫിസിക്കലി മിക്സറാണ്, ഡോമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫിസിക്കലി വാട്ടർ ആണെന്നല്ല, ഇറ്റ് ഈസ് ഓൺലി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഡോമിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് കൂൾഡ് ലിക്വിഡ്. ഡോമിൻ്റെ റൈറ്റ് സൈഡിലെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയും, ഡോമിനുള്ളിലുള്ളതിന് വെറ്റ് വേപ്പർ എന്ന് പറയും, വെറ്റ് വേപ്പർ. ഇനി ഈ ഡോമിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ലെഫ്റ്റ് സൈഡിലുള്ള കർവും റൈറ്റ് സൈഡിലുള്ള കർവും. ഇറ്റ് ഈസ് ആക്ച്വലി മീറ്റിംഗ് ഓഫ് ടു കർവ്സ്. ഈ ലെഫ്റ്റ് സൈഡിലെ കർവാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, അതുപോലെ റൈറ്റ് സൈഡിലെ കർവ് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഫണ്ടമെൻ്റൽ കാര്യമാണ് പറയുന്നത്. TS ഡയഗ്രത്തിൽ സ്റ്റീമിൻ്റെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഡോം വരയ്ക്കുന്നു, ഡോമിന് രണ്ട് കർവുണ്ട്, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ലെഫ്റ്റ് സൈഡിൽ, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ റൈറ്റ് സൈഡിൽ. ഇനി ഡോമിനകത്ത് എന്താണ്? വെറ്റ് വേപ്പർ, അതായത് മിക്സർ ഓഫ് ലിക്വിഡ് ആൻഡ് വേപ്പർ ആയിരിക്കും. ഇനി ടു ഫൈൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റീം എഞ്ചിനീയറിംഗിന് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ ചോദ്യം ഉണ്ടാവും, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ സ്റ്റീം എന്ന് കേൾക്കുമ്പോഴേ TS ഡയഗ്രത്തിൽ ഒരു ഡോം വരച്ചു, അതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഡ്രോ ആൻ ഐസോബാർ ഇൻ ദ TS ഡയഗ്രാം. ഐസോബാർ എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഒരു TS ഡയഗ്രത്തിൽ ഐസോബാർ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഡോമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഇറ്റ് ഈസ് സബ് കൂൾഡ് ലിക്വിഡ്, അവിടെ ഇൻക്ലൈൻഡ് ഒരു ലൈൻ. ഡോമിൻ്റെ റൈറ്റ് സൈഡിലോ ഇറ്റ് ഈസ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, അത് ഇൻക്ലൈൻഡ് ലൈൻ. ഡോമിനകത്തോ പക്ക ഡീസൻ്റ് ആയിരിക്കും, ഹൊറിസോണ്ടൽ ലൈൻ. ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ലൈനാണ് ഐസോബാർ എന്ന് പേര് വിളിക്കും. ഈ ഐസോബാറിന് നമുക്ക് പേര് കൊടുക്കാം, 1 ബാറിനോ 2 ബാറിനോ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സോ ദാറ്റ് ഈസ് 1 ഐസോബാർ, ലെറ്റ് ഇറ്റ് ബി P1. അങ്ങനെയാണെങ്കിൽ ഈ ഐസോബാർ നമ്മുടെ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് F ആൻഡ് G. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതെവിടെ കിടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ സബ് കൂൾഡ് ലിക്വിഡ്. അതുകൊണ്ട് ഞാൻ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സബ് കൂൾഡ് എന്നാണ് പോയിന്റ് മീൻ ചെയ്യുന്നത്. അതുപോലെ ഈ പോയിന്റോ ദാറ്റ് ഈസ് ഇൻ ദി സൂപ്പർ ഹീറ്റഡ് സ്റ്റീം റീജിയൻ. സോ ഇറ്റ് ഈസ് സൂപ്പർ ഹീറ്റഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം സൂപ്പ്. അപ്പോൾ നമുക്ക് 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് കിട്ടി. സബ് കൂൾഡ് റീജിയനിലെ സബ്, സാച്ചുറേറ്റഡ് ലൈനിലെ F, സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലെ G, സൂപ്പർ ഹീറ്റഡ് റീജിയനിലെ സൂപ്പ്. ഇനി ഇതല്ലാതെ ഒരു പ്രധാനപ്പെട്ട റീജിയനും കൂടെയുണ്ട്, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ഡോം. ഞാൻ പറഞ്ഞു ഡോമിനകത്ത് ഇറ്റ് ഈസ് വെറ്റ് വേപ്പർ, മിക്സർ ഓഫ് ലിക്വിഡ് ആൻഡ് വേപ്പർ ആണ്. അതുകൊണ്ട് ഏത് പ്രോപ്പർട്ടിയും ഇതിനകത്ത് വരുവാണെങ്കിൽ വി യൂസ് ദ ലെറ്റർ W ടു റെപ്രസെൻറ്റ് ഇറ്റ് ഈസ് വെറ്റ്. അപ്പോൾ മുഴുവനും കൂടെ കൂട്ടിയാൽ 5 റീജിയൻ ഉണ്ട്: സബ് കൂൾഡ്, സാച്ചുറേറ്റഡ് ലിക്വിഡ്, വെറ്റ്, സാച്ചുറേറ്റഡ് വേപ്പർ, സൂപ്പർ ഹീറ്റഡ്. ഓക്കെ, നൗ ഒരു പ്രോപ്പർട്ടി എടുത്തു. ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും തെർമൽ എഞ്ചിനീയറിംഗ് മുഴുവനും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് H എന്ന് പറയുന്ന എൻതാൽപ്പി. പേടിക്കരുത്, എൻതാൽപ്പി എന്ന വേർഡ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതെന്താണോ, ഡെഫിനിഷൻ എന്താണോ, കൺസെപ്റ്റ് ആണോ ഒന്നും നമുക്ക് വേണ്ട. H ഈ പോയിന്റിൽ H ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് H സബ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇവിടുത്തെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടുത്തെ എൻതാൽപ്പി അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും HF. ഇവിടുത്തെ ആണെങ്കിലോ HG, ഇതാണെങ്കിലോ HW, ലാസ്റ്റ് പോയിന്റ് ആണെങ്കിൽ HSU. എൻതാൽപ്പി മാത്രമല്ല ഏത് പ്രോപ്പർട്ടിയും നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം വേണ്ടത് 3 പ്രോപ്പർട്ടീസാണ്. 1 എൻതാൽപ്പി, 2 എൻട്രോപ്പി. പേടിക്കരുത്, എൻട്രോപ്പി എന്ന ലെറ്റർ മാത്രം ഞാൻ എഴുതുന്നു, ആ വേർഡ് ഉപയോഗിക്കുന്നു, വേറെ ഒന്നും നമുക്ക് വേണ്ട. എൻട്രോപ്പി S, സ്മോൾ ലെറ്റർ S. അപ്പോൾ ഈ പോയിന്റിൽ എൻട്രോപ്പി വേണ്ടതെങ്കിൽ S സബ്, ഇവിടുത്തെ എൻട്രോപ്പി വേണ്ടതെങ്കിൽ
എസ് എഫ്. വെറ്റ് റീജിയനിൽ എൻട്രോപ്പിയാണ് വേണ്ടതെങ്കിൽ എസ് ഡബ്ല്യു. സാച്ചുറേറ്റഡ് വേപ്പർ പോയിന്റിലെ എൻട്രോപ്പി വേണ്ടതെങ്കിൽ എസ് ജി. സിമിലർലി സൂപ്പർ ഹീറ്റഡ് റീജിയനിലെ എൻട്രോപ്പി എസ് സൂപ്പ്. സിമിലർലി ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഈസ് ദി സ്പെസിഫിക് വോളിയം. ഇതുപോലെ തന്നെ അങ്ങനെ എഴുതി നമുക്ക് പോകാം. ഫൈൻ. Now, the most important values to be obtained in the first part of steam engineering is HF, HW, HG, SF, SW, SG. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എച്ച് സൂപ്പും ചിലപ്പോൾ വേണ്ടി വരും, എസ് സൂപ്പും ചിലപ്പോൾ വേണ്ടി വരും. സോ നെക്സ്റ്റ് വി വിൽ ഗോ ടു ദ ഇക്വേഷൻസ് ഓഫ് ഓൾ ദീസ് പ്രോപ്പർട്ടീസ്. അത് ഞാൻ എടുക്കുന്നത് HW ആണ്. അതായത് ഡോമിനകത്ത് വെറ്റ് റീജിയനിലാണെങ്കിൽ നമുക്കതിൻ്റെ എൻതാൽപ്പിയോ എൻട്രോപ്പിയോ സ്പെസിഫിക് വോളിയം എന്തും ആയിക്കോട്ടെ, ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ദ ഇക്വേഷൻ ഇസ് നത്തിങ് ബട്ട് HW ഈസ് ഈക്വൽ ടു, നേരത്തെ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സിൽ, HF പ്ലസ് എക്സ് ഇൻറ്റു HFG. ഈ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എഴുതാം. എൻട്രോപ്പി ഇതുപോലെ തന്നെ എഴുതാം. എൻട്രോപ്പി ഓഫ് വെറ്റ് സ്റ്റീം ഈസ് ഈക്വൽ ടു SW പ്ലസ് എക്സ് ഇൻറ്റു SFG. എന്താണ് ഈ HFG SFG? കഴിഞ്ഞ തവണത്തെ പഠിച്ചത് ഓർക്കുവാണെങ്കിൽ നമുക്ക് എഴുതാം. HFG എന്ന് പറയുന്നത് HG മൈനസ് HF. ആ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ്, വേറെ ഒന്നുമില്ല. അതുപോലെ SFG എന്ന് പറഞ്ഞാൽ SG മൈനസ് SF. ഇതുപോലെ തന്നെ സ്പെസിഫിക് വോളിയം എഴുതാം. സ്പെസിഫിക് വോളിയം ഓഫ് വെറ്റ് സ്റ്റീം ഈസ് ഈക്വൽ ടു, നോ ദിസ് വൺ ഈസ് SF പ്ലസ് എക്സ് ഇൻറ്റു SFG, ന്യൂ F പ്ലസ് എക്സ് ഇൻറ്റു ന്യൂ FG. അപ്പോൾ നമുക്ക് HF, HW, HG, അതുപോലെ SF, SW, SG അതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് HW ആണ്, വെറ്റ് സ്റ്റീം എൻതാൽപ്പി. കഴിഞ്ഞ തവണ തെർമോഡൈനാമിക്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. HW ഈസ് ഈക്വൽ ടു HF പ്ലസ് എക്സ് ഇൻറ്റു HFG. ഈ HF എന്ന് പറയുന്നത് ദാ F എന്ന പോയിന്റിൽ എൻതാൽപ്പിയുടെ വാല്യൂ. ദെൻ വട്ട് ഈസ് HFG? HFG ഈസ് നത്തിങ് ബട്ട് HG മൈനസ് HF. HGയുടെയും HFൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. എന്താണ് HG? ദാ G എന്ന പോയിന്റിലെ എൻതാൽപ്പി. സോ HFും HGയും അതിൻ്റെ കൂടെ എക്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് HW കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ F എന്ന പോയിന്റിൽ എൻതാൽപ്പിയും G എന്ന പോയിന്റിൽ എൻതാൽപ്പിയും പിന്നെ എക്സ് എന്ന ഒരു ടേം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വെറ്റ് സ്റ്റീമിന് എൻതാൽപ്പി കണ്ടുപിടിക്കാം. അപ്പോൾ എവിടെ നിന്ന് കിട്ടും FG പോയിന്റ്സിലെ പ്രോപ്പർട്ടിയുടെ വാല്യൂസ്? അതിനാണ് നമ്മൾ സ്റ്റീം ടേബിൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം എൻ്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വി ഹാവ് ടു യൂസ് വൺ സ്റ്റീം ടേബിൾ. ഏതെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോദണ്ഡരാമൻ്റെ ഒരു സ്റ്റീം ടേബിളാണ്. മൾട്ടി കളർ എഡീഷൻ ആണെന്ന് മാത്രമല്ല, ഇതിനകത്ത് പ്രോപ്പർട്ടീസ് പ്രത്യേകിച്ച് സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്ന് പറയുന്ന റീജിയൻ പ്രോപ്പർട്ടീസ് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. മാത്രമല്ല നമുക്കൊരു മോളിയർ ചാർട്ടും കൂടെ വേണം, അതായത് HS ഡയഗ്രാം. ആ മോളിയർ ചാർട്ട് നിങ്ങൾ കുർമി എന്ന ഓദറിൻ്റെ സ്റ്റീം ടേബിളിൻ്റെ ബാക്ക് സൈഡിലുള്ള മോളിയർ ചാർട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് കൺവീനിയൻ്റ് ആണ്. കാരണം അത് ഇത്രയും സൈസ് ഉണ്ട്, ഏകദേശം A2 സൈസിലുള്ള ഒരു ചാർട്ടാണ്. ഈ ചാർട്ട് നിങ്ങൾ കുർമയുടെ സ്റ്റീം ടേബിളിൽ നിന്നും വാങ്ങിച്ചിട്ട് ഇതുപോലെ അടർത്തിയെടുത്ത് കോപ്പി എടുത്തോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മുടെ സ്റ്റീം ടേബിളിനകത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റീം ടേബിൾ നിർബന്ധമാണ്. സ്റ്റീം ടേബിൾ മോളിയർ ചാർട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്റ്റീം ടേബിളിനുള്ളിൽ ഈ പറയുന്ന FG തുടങ്ങിയ പോയിന്റ്സിലെ പ്രോപ്പർട്ടീസ് എല്ലാം ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട്. ഇനി അതെടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ മൂന്നാമതൊരു കാര്യം നമുക്ക് വേണം, എക്സ് ഈസ് കോൾഡ് ദ ഡ്രൈനസ് ഫ്രാക്ഷൻ. അതിലേക്ക് ഞാൻ വരുന്നു. അതിന് മുമ്പ് HW എഴുതിയ പോലെ തന്നെ എനിക്ക് താഴേക്കുള്ള SW, ന്യൂ W എല്ലാം നമുക്ക് എഴുതാം. സെയിം മെത്തേഡ് തന്നെ. എന്താണ് SW? വെറ്റ് സ്റ്റീം എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ SF പ്ലസ് എക്സ് ഇൻറ്റു SFG. അതുപോലെ സ്പെസിഫിക് വോളിയം ഓഫ് വെറ്റ് സ്റ്റീം ന്യൂ F പ്ലസ് എക്സ് ഇൻറ്റു ന്യൂ FG. ഇത്രയും മെത്തേഡിൽ എഴുതും. ഇനി ഞാൻ പറഞ്ഞു എക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. എവിടെ? നമ്മുടെ ഡോമിനകത്തെ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ എക്സ് ഇല്ലാതെ നമുക്കൊരു പരിപാടി നടക്കത്തില്ല. എക്സ് എന്ന് പറയുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ. വാട്ട് ഈസ് മീൻ ബൈ ഡ്രൈനസ് ഫ്രാക്ഷൻ? ഡ്രൈനസ് ഫ്രാക്ഷൻ which is equal to ratio of mass of vapor divided by total mass of mixture. മിക്സർ എന്ന് പറയാൻ കാരണം എന്താ? ഡോമിനകത്ത് ലിക്വിഡ് വേപ്പർ മിക്സർ ഉള്ളത്. അതിൽ വേപ്പറിൻ്റെ മാസാണ് ന്യൂമറേറ്ററിൽ വേണ്ടത്, മാസ് ഓഫ് വേപ്പർ. ഡിനോമിനേറ്ററിലോ ടോട്ടൽ മാസ് ഓഫ് മിക്സർ. ഏതൊക്കെ? മാസ് ഓഫ് വേപ്പർ പ്ലസ് മാസ് ഓഫ് ലിക്വിഡ്. സോ എക്സ് ഇസ് ഈക്വൽ ടു MV മാസ് ഓഫ് വേപ്പർ. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ലിക്വിഡ് ഉണ്ട് പ്ലസ് മാസ് ഓഫ് വേപ്പർ ഉണ്ട്. ഇതിൻ്റെ വാല്യൂ എത്ര വരും എന്ന് കണക്കാക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുക, F എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? ഇറ്റ് ഈസ് എ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. അതിന് ലെഫ്റ്റ് സൈഡിലോ
അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ലിക്വിഡാണ്. റൈറ്റ് സൈഡിലോ ഡോമിൻ്റെ റൈറ്റ് സൈഡിലോ കംപ്ലീറ്റ് വേപ്പറാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ലിക്വിഡ് ഇതാ ഇവിടെ എത്തുമ്പോഴും ലിക്വിഡ് തന്നെയാണ്. ഇനി അല്പം അകത്തോട്ട് കയറുമ്പോൾ ലിക്വിഡ് പാർട്ട് കുറയാൻ തുടങ്ങും, വേപ്പർ പാർട്ട് ഉണ്ടായി തുടങ്ങും. ഇത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ലിക്വിഡ് പാർട്ട് കണ്ടിന്യൂസ്ലി കൺവേർട്ടഡ് ടു വേപ്പർ. ഈ പോയിന്റ് എത്തുമ്പോൾ ദ എൻറ്റയർ ലിക്വിഡ് ഈസ് നൗ കൺവേർട്ടഡ് ടു വേപ്പർ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് സാച്ചുറേറ്റഡ് വേപ്പർ. അതുകൊണ്ടാണ് ഇത് സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്നും ഇത് സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എഫ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ലിക്വിഡ് പാർട്ട് മാത്രമേ ഉള്ളൂ, വേപ്പർ ഉണ്ടാകാൻ തുടങ്ങുന്നു, ജസ്റ്റ് ഓൺ ദ വെർജ് ഓഫ് ഫോമിംഗ് ദി സ്റ്റീം. അതുകൊണ്ട് നിലവിൽ വേപ്പർ ഒന്നുമില്ല, വിച്ച് മീൻസ് മാസ് ഓഫ് വേപ്പർ ഈസ് 0. സോ ന്യൂമറേറ്റർ 0 ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 0. സോ ഈ ലൈനിൽ എല്ലായിടത്തും എക്സിൻ്റെ വാല്യൂ എനിക്ക് 0 കിട്ടും. അതുപോലെ ഒരല്പം ഉള്ളിലേക്ക് കിടന്നാൽ കുറച്ച് വേപ്പർ ഉണ്ടായി തുടങ്ങി, പക്ഷേ ബാക്കി മജോറിറ്റി ലിക്വിഡ് തന്നെയാണ്. അതായത് ന്യൂമറേറ്ററിന് ചെറിയ വാല്യൂ ഉണ്ട്. സോ എക്സ് വാല്യൂ വിൽ ബി എ സ്മോൾ ബട്ട് ലെസ് ദാൻ 1. ദെൻ കൃത്യം നടുക്കെത്തി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നടുക്കെത്തിയാൽ അതിൻ്റെ അർത്ഥം ഉള്ള ടോട്ടൽ മാസിൽ പകുതി വേപ്പറായി ബാക്കി പകുതി ലിക്വിഡായി തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വേപ്പർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ മാസിൻ്റെ പകുതിയാണ്. അപ്പോൾ ഡ്രൈനേജ് ഫ്രാക്ഷൻ എത്ര വരും? എക്സ് ഇസ് ഈക്വൽ ടു 0.5, 50% വരും. സോ എക്സാക്ട്ലി നടുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0.5 വരും. ആൻഡ് വാട്ട് അബൌട്ട് ദി കണ്ടീഷൻ അറ്റ് പോയിന്റ് ജി? ജി എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേറ്റഡ് വേപ്പറാണ്, കംപ്ലീറ്റ് ലിക്വിഡും വേപ്പറായി. സോ മാസ് ഓഫ് വേപ്പർ ന്യൂമറേറ്ററിലെ മാക്സിമം വാല്യൂ, ഡിനോമിനേറ്ററിലെ മാസ് ഓഫ് ലിക്വിഡോ ഒന്നുമില്ല, ബിക്കോസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു വേപ്പർ. അപ്പം മാസ് ഓഫ് ലിക്വിഡ് 0 ആണ്, mv/mv എക്സ് ഇസ് ഈക്വൽ ടു 1. സോ ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഡ്രൈനേജ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ വേരി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഡോമിൻ്റെ ഉള്ളിൽ അതിൻ്റെ വാല്യൂസ് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഡോമിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറില്ല, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ ഡോമിനുള്ളിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഡ്രൈനേജ് ഫ്രാക്ഷൻ വേണം. കാരണം ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് HF അല്ലെങ്കിൽ F പ്രോപ്പർട്ടീസ്, അതാ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൻ്റെ പ്രോപ്പർട്ടീസും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലെ പ്രോപ്പർട്ടീസുമാണ്. അത് കിട്ടുന്നത് നമ്മുടെ സ്റ്റീം ടേബിളിൽ നിന്നാണ്. സ്റ്റീം ടേബിളിൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഷറിൻ്റെ നമുക്ക് ഒരു സമയത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഏതാണ്? ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു എ പ്രഷർ ഓഫ് P1. അപ്പം ആ P1 അറിയാമെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദ വാല്യൂസ് ഫ്രം സ്റ്റീം ടേബിൾ. ഏതൊക്കെ? HFO, SFO, NewFO അല്ലെങ്കിൽ HG, SG, NewG എല്ലാം എടുക്കാം. അപ്പോൾ ഡോമിനകത്ത് രണ്ടാമത്തെ പ്രോപ്പർട്ടി വേണ്ടതാണ് പ്രഷർ. സോ പ്രഷർ ആൻഡ് ഡ്രൈനേജ് ഫ്രാക്ഷൻ ഈ രണ്ട് പ്രോപ്പർട്ടിയും അറിയാമെങ്കിൽ നമുക്ക് ഡോമിനകത്ത് ഏത് ബാക്കി പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ടുപിടിക്കും. ഇതുപോലെ ഡോമിന് പുറത്തേക്ക് വന്നാലോ, റൈറ്റ് സൈഡിലേക്ക് വന്നാലോ, എനിക്ക് ഡ്രൈനേജ് ഫ്രാക്ഷൻ എന്ന് പറയുന്നതിനകത്ത് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല റൈറ്റ് സൈഡിൽ, ബിക്കോസ് ഇറ്റ് ഈസ് സൂപ്പർ ഹീറ്റഡ് റീജിയൻ. അവിടെ എക്സിൻ്റെ വാല്യൂ സിഗ്നിഫിക്കൻ്റ് അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ഈക്വൽ ടു 1. അപ്പോൾ അവിടെ വേണ്ടത് പ്രഷർ കൂടാതെ ഒരു പ്രോപ്പർട്ടി വേണം, ഇറ്റ് വിൽ ബി ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും അറിയാമെങ്കിൽ നമുക്ക് സൂപ്പർ ഹീറ്റർ റീജിയനിലെ ഏത് പ്രോപ്പർട്ടി കണ്ടുപിടിക്കും. അപ്പോൾ ഒന്നെങ്കിൽ സൂപ്പർ ഹീറ്റർ റീജിയൻ അല്ലെങ്കിൽ ഡോമിനകത്തെ കണ്ടീഷൻ, ഇത് എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ പറഞ്ഞു പിന്നെയുള്ളത് നമ്മുടെ ഡോമേല എക്സാക്ട്ലി ജി എന്ന പോയിന്റിൽ ഈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ അതിൻ്റെ വാല്യൂസ് ഡയറക്റ്റ്ലി എനിക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കാം. ഫൈൻ. സോ വെറ്റ് സ്റ്റീം പ്രോപ്പർട്ടി, എൻതാൽപ്പി, എൻട്രോപ്പി, സ്പെസിഫിക് വോളിയം എഴുതിയ പോലെ തന്നെ ഇനി സൂപ്പർ ഹീറ്റർ റീജിയനിലെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നു. സി ഈ ഇക്വേഷൻ ഓർത്തിരിക്കും. എച്ച് സൂപ്പ് ഇസ് ഈക്വൽ ടു, അതായത് ഈ സൂപ്പർ ഹീറ്റഡ് പോയിന്റിലെ എൻതാൽപ്പി ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. HG അതേതാണ് ഇവിടുത്തെ എൻതാൽപ്പി, അത് ഇവിടുത്തെ കിട്ടും സ്റ്റീം ടേബിളിൽ നിന്നും. HG പ്ലസ് CP ഓഫ് സ്റ്റീം, സ്റ്റീമിൻ്റെ CP വാല്യൂ ഒന്നെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിരിക്കും, തന്നിട്ടില്ല എങ്കിൽ യു ക്യാൻ ടേക്ക് 2.1 എന്ന വാല്യൂ എടുക്കാം. 2.1 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദെൻ ടി സൂപ്പ്, ഏതാണ് ടി സൂപ്പ്? ഈ സൂപ്പർ ഹീറ്റഡ് പോയിന്റിലെ ടെമ്പറേച്ചർ എത്രയാണ്? ഇത് TS ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് വന്നിരിക്കും. ഈ ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യും. ദിസ് ഈസ് ടി സൂപ്പ്. അടുത്ത പോയിന്റ് ടി സൂപ്പ് മൈനസ് ടി സാറ്റ് എന്നാണ്. എന്താണ് ടി സാറ്റ്? വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ടി സാറ്റ് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരു ഡോമിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, അതായത് ആദ്യം ഇൻക്ലൈൻഡ്, പിന്നെ ഹൊറിസോണ്ടൽ, പിന്നെ ഇൻക്ലൈൻഡ്, ഇത് മൊത്തം ചേരുന്നതാണ് ഒരു ഐസോബാർ എന്ന് പറയുന്നത്. ഈ ഒരു ഐസോബാറിന് ഒരു പേരുണ്ടാവും, P1. ആ ഒരു P1ന് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ടാവും, ഒറ്റ ടെമ്പറേച്ചർ കാണുള്ളൂ, അതിന് പറഞ്ഞ പേരാണ് ടി സാറ്റ്. ഈ ഫിഗറിൽ ആ ടി സാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഇവിടെ. ഫൈൻ. ഈ ടി സാറ്റിൻ്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും? നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടും. സ്റ്റീം ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അപ്പോൾ ബാക്കി പറയും. സോ ടി സൂപ്പ്, ടി സാറ്റ് ഡിഫറൻസ്, ഈ ഡിഫറൻസ് ആണ് ഇവിടെ വേണ്ടത്. നൗ സിമിലർലി എൻട്രോപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഈസ് ഈക്വൽ ടു SG പ്ലസ് ഇവിടുത്തെ എൻട്രോപ്പി പ്ലസ് CP ഓഫ് സ്റ്റീം ഇൻറ്റു ലോഗ് ടു ദ ബേസ് E ടി സൂപ്പ് ബൈ ടി സാറ്റ്. ടി സൂപ്പ് ബൈ ടി സാറ്റ് ഓർത്തോണം. ഇവിടെ എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ, ഡോണ്ട് യൂസ് ഡിഗ്രി സെൽഷ്യസ്. Similarly, the third property, specific volume of superheated steam is equal to specific volume at G, mu G, into T sub by T sat. Fine. Now, നമ്മുടെ സ്റ്റീം ടേബിളിൽ നിന്നും എങ്ങനെയാണ് ഈ വാല്യൂസ് എടുക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട്
നിങ്ങൾ സ്റ്റീം ടേബിൾ കയ്യിൽ എടുക്കുക, അതിനുശേഷം വീഡിയോയിൽ ഫോളോ ചെയ്യുക. വെറുതെ ഇത് വാച്ച് ചെയ്താൽ കിട്ടത്തില്ല. നിങ്ങൾ സ്റ്റീം ടേബിൾ എടുക്കുക. സ്റ്റീം ടേബിളിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് ഈ ഓതർ ബുക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പേജ് നമ്പർ 2 and 3 ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം പ്രഷർ ബേസ്. അത് കഴിഞ്ഞിട്ട് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലായിരിക്കും ഇതിൻ്റെ എല്ലാം റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ കോളം മുഴുവനും പ്രഷർ ആയിരിക്കും. പ്രഷർ 1 മില്ലിമീറ്റേഴ്സ് ഓഫ് HG മുതൽ 800 മില്ലിമീറ്റേഴ്സ് ഓഫ് HG വരെയുണ്ട് 2-3 പേജസിൽ. അത് നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. ഇനി പേജ് നമ്പർ 4 എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് ടെമ്പറേച്ചർ ബേസ്. പേജ് നമ്പർ 4, 5, 6, 7. 4 മുതൽ 7 വരെ ടെമ്പറേച്ചർ ബേസിലാണ്. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 374 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റെഫറൻസിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതും വളരെ ചുരുക്കം നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് പേജ് നമ്പർ 8 മുതലുള്ള വാല്യൂസാണ്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം പ്രഷർ ബേസ് ആൻഡ് പ്രഷർ ഈസ് ഇൻ ബാർ. മിക്ക പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്രഷർ ബാറിലായിരിക്കും. അപ്പോൾ സ്റ്റീം ടേബിളിലെ ഏറ്റവും ആദ്യത്തെ പാർട്ട് properties of saturated steam pressure base. Then ഇത് പേജ് നമ്പർ 8 മുതൽ നമ്പർ 15 വരെയുണ്ട്. പേജ് നമ്പർ 8 മുതൽ പേജ് നമ്പർ 15 വരെ. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സോ പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം പേജ് നമ്പർ 16 to 49. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഡോമിനുള്ളിലെയോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് അല്ലെങ്കിൽ വേപ്പർ ലൈനിലെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ പാർട്ട് എടുക്കുന്നു. 8 to 15 പേജസിൽ സൂപ്പർ ഹീറ്റഡ് റീജിയനിലെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടതെങ്കിൽ ഇൻ ബിറ്റ്വീൻ 16 to 49 എടുക്കുന്നു. I'll give an example.